ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മളെ വീട്ടിൽ എപ്പോഴുള്ള കുറഞ്ഞ ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ പഞ്ഞിയപ്പത്തിനുള്ള ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, വെള്ളം കൂടി പോകരുത്. സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് മിക്സ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. കുറച്ചൊരു ലൂസായിട്ടാണ് വേണ്ടത്. ഒരുപാട് നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം കേട്ടോ. ഒരുപാട് തിക്കായിട്ടും ആവരുത്, എന്നാൽ ഒരുപാട് ലൂസായിട്ടും ആവരുത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പഞ്ഞിയപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലൊരു കയ്യിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള തവി ഉണ്ടെങ്കിൽ നല്ലതാണ്, നമുക്ക് ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടും. തവിയും നമ്മൾ ഈ ഒരു ഓയിലിൽ വെച്ചിട്ട് തന്നെ ഓയിൽ ചൂടാക്കുന്ന സമയത്ത് തന്നെ ഇതിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തവിയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു തവിയിലുള്ള എണ്ണ ഇങ്ങനെ ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണയിലേക്ക്, നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ മാവ് ഇതുപോലെ തവിയോട് കൂടിയിട്ട് എണ്ണയിലേക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ വേർപെട്ട് പോരും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിൽ ആയിട്ട് കിട്ടും. ഇനി നമുക്കിത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ നല്ല തിളച്ച എണ്ണയും കൂടെ ആകുമ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള അപ്പങ്ങളും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഒരേ സമയം തന്നെ നമുക്ക് ഒരുപാട് ചുട്ടെടുക്കാം കേട്ടോ, നമ്മളെ പാനിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട്. അപ്പോൾ മാവ് ഒഴിച്ചു കഴിഞ്ഞ് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ അത് വേർപെട്ട് പോരും. എന്നിട്ട് നമ്മൾ ഈ ഒരു എണ്ണയിൽ തന്നെ ഇത് കുറച്ച് സമയം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട്, നല്ല ചൂടായിട്ടിരിക്കുന്ന തവിയല്ലേ, അപ്പോൾ അതിലേക്ക് ബാക്കിയുള്ള ബാറ്ററും ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒരു പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് 3-4 ഒക്കെ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ വലിയ പാനൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വേവിക്കുന്ന പരിപാടിയൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പഞ്ഞിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് ഇത്. നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ കറിയോട് കൂടിയിട്ട് വേണമെങ്കിലൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്